ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തില്ലേ പിങ്ക് ബ്ലൗസ് എന്ന് പറയുന്ന ആ ഒരു മോഡലിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെയാണ്. ആദ്യം തന്നെ ഞാൻ പറയാം, A to Z ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അല്ല ഇത്. പക്ഷേ നിങ്ങൾക്കിത് ഒരുവിധ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ എൻ്റെ ബേസിക് ബോഡി പാറ്റേൺ റെഡിയാക്കി എടുത്തതുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബേസിക് ബോഡി പാറ്റേൺ എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തതെന്നുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്കും സ്വന്തമായിട്ട് നിങ്ങളുടെ അളവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാറ്റേൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യോക്കും താഴെ ഗ്യാദേഴ്സും വരുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ടും എന്നാൽ ഫ്രണ്ടിൽ ഒരു ആലിയ കട്ട് പോലെ തോന്നുന്ന ഒരു പാറ്റേണുമാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് പ്രോപ്പർ ആലിയ കട്ടിൻ്റെ കട്ടിങ് അല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത്. ക്ലോത്തിനെ രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ടുണ്ട്, 4 ആക്കിയിട്ടല്ല 2 ആക്കി, അതായത് ബാക്ക് ഭാഗം മാത്രം. ഇനി നമ്മൾ യോക്കിൻ്റെ ഭാഗത്ത് 14 ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഷോൾഡർ ആ ഭാഗങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് എങ്ങനെയാണോ പാറ്റേൺ അതുപോലെ അങ്ങ് വരയ്ക്കുക. അപ്പോൾ ഷോൾഡറിന് ആവശ്യമായിട്ടുള്ള തയ്യൽ തുമ്പ് പാറ്റേണിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്ലോപ്പ് കഴിഞ്ഞിട്ട് 14 ഇഞ്ച് ആണ് നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ്. പോരാത്തതിന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് താഴെ ഗ്യാദേഴ്സുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് അത് നമ്മൾ മാർക്ക് ചെയ്യാം. പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ശരിക്കും നോക്കിയാൽ മതി കേട്ടോ. അതായത് നമ്മൾ ആ ബോഡി പാറ്റേൺ എങ്ങനെയാണോ അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ 14.5 ഇഞ്ചെന്ന് പറയുന്നതുണ്ടല്ലോ, ആ വേസ്റ്റ് കണ്ടില്ലേ, ആ വേസ്റ്റിൽ മാർക്ക് ചെയ്തേക്കുന്നില്ലേ, അതാണ്. അപ്പോൾ അവിടെ വരെയൊക്കെ ഞാൻ എടുക്കുന്നുള്ളൂ. തയ്യൽ തുമ്പ് ഉൾപ്പെടെയുള്ള ഭാഗമാണ്. നിങ്ങൾ അളന്ന് നോക്കണമെങ്കിൽ അളന്ന് നോക്കിക്കോളുക. അതേപോലെ തന്നെ ഞാൻ ഇവിടെ ടക്ക് ഉൾപ്പെടെയുള്ള മെഷർമെൻ്റാണ് നമ്മൾ ബേസിക് ബോഡി പാറ്റേണിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ടക്ക് കൊടുക്കാം, പക്ഷെ ഞാനത് ഒതുക്കി അടിക്കുവാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ 3/4 ഇഞ്ചാണല്ലോ ടക്കിന് കൊടുത്തത്. ഇനി അത് ഒഴിവാക്കിയിട്ട് ബാക്കി മെഷർമെൻറ്റ് വരച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിരിക്കണം, എന്നാലേ കുറച്ചുകൂടെ ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോഡി പാറ്റേൺ ബാക്ക് സൈഡിൽ. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ആക്ച്വലി ഞാനിത് പക്ക ട്യൂട്ടോറിയലായിട്ട് ചെയ്യണമെന്ന് കരുതി എടുത്ത വീഡിയോസ് അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ചെറിയ മിസ്റ്റേക്സുകൾ ചിലപ്പോൾ ഇതിനകത്ത് കണ്ടെന്നിരിക്കാൻ, ചില ഫുട്ടേജസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ. ഞാനെല്ലാം ക്ലിയറായിട്ട് പറഞ്ഞു തരാം, പക്ഷെ ചെറിയ ഫുട്ടേജസ് ഒന്നും ചിലപ്പോൾ ഉണ്ടാകത്തില്ല. അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്യണേ. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഏകദേശം സിമിലറാണ്. എന്തുമായിട്ടാണെന്നറിയാവോ, നമ്മൾ ഫീഡിങ് ഫ്രണ്ട്ലി ഫ്രോക്കൊക്കെ ചെയ്യുമല്ലോ, അതുമായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 സൈഡിലും ഇവിടെ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്, ലേസ്. അപ്പോൾ ആ ലേസ് നമ്മൾ ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുത്തിട്ടാണ് അവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ബാക്ക് പീസിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണോ കട്ട് വരേണ്ടത് അത് നമ്മൾ ബാക്ക് പീസിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലൈൻ ചെയ്ത് കൊടുത്തിരിക്കുവാണ്. ഇവിടെ ഞാൻ 3.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതെങ്ങനെയാണ് 3.5 ഇഞ്ച് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഒരു ബസ്റ്റിൻ്റെ പോയിന്റിൽ നിന്ന് മറ്റൊരു ബസ്റ്റ് വരേക്കുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിവിടെ 7 ഇഞ്ചാണ്. അപ്പോൾ 7ൻ്റെ പകുതി 3.5 ഇഞ്ച്, അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ കട്ടിങ് കൊടുക്കാൻ പോകുന്നത് ഫ്രണ്ട് ഭാഗത്താണ്. അതെങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം ഞാൻ. അപ്പം നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതേ കണക്ക് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഫോൾഡ് വരുന്ന മാതിരിക്ക് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആ സെൻറ്റർ ഭാഗത്തെ ആ വരയുണ്ടല്ലോ, അത് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ആ നടുവശത്തെ കറക്റ്റ് മാർക്കിങ് ചെയ്ത് കൊടുക്കുക. ബാക്കിലെ പോലെ തന്നെ ഫ്രണ്ടിലും അതേ മെഷർമെൻറ്റ് അതേ മാർക്കിങ് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് മാർക്ക് ചെയ്തത് ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ 3.5 ഇഞ്ച് എന്നുള്ള മാർക്കിങ് അവിടം വരേക്കുള്ളതേ ചെയ്ത് കൊടുക്കാവുള്ളേ. ജസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ലൈൻസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരച്ചോളൂ. കാരണം ഞാൻ ആ ഷോൾഡറിൻ്റെ ആ സ്ലോപ്പിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാക്ക് പീസ് വെച്ചിട്ട് ട്രേസ് ചെയ്തിട്ടുള്ളത്. ആ ഭാഗം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് സ്ട്രെയിറ്റ് കട്ട് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഇൻവിസിബിൾ സിബൊക്കെ വെച്ചിട്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്പൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ 3.5 ഇഞ്ചിലല്ലേ നമ്മൾ ആദ്യത്തെ മാർക്കിങ് കൊടുത്തത്. ആ 3.5 ഇഞ്ചിൽ നിന്നും 1 ഇഞ്ച് ഇതേപോലെ മാറ്റി മാർക്ക് ചെയ്യണം. അതായത് 1/2 ഇഞ്ച് അങ്ങനെ നമ്മൾ 1 ഇഞ്ച് സ്പേസ്
ഇട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ 1 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്കായി പോവും. അതായത് സെൻറ്റർ ഭാഗത്തെ 1/2 ഇഞ്ചും സൈഡ് ഭാഗത്തെ 1/2 ഇഞ്ചും ചേർന്നിട്ടുള്ള 1 ഇഞ്ച് നമ്മൾ ഇൻവിസിബിൾ സിബാണെങ്കിലും ലേസ് ആണെങ്കിലും അടിച്ച് കഴിയുമ്പോൾ ഇത് ഉള്ളിലേക്കായി പോവും. അപ്പോൾ 1/2 ഇഞ്ച് വീതം നമ്മൾ 1 ഇഞ്ച് സ്പേസ് എക്സ്ട്രാ സെൻറ്റർ ഭാഗത്തുനിന്ന് എക്സ്ട്രാ മാറ്റി നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ബാക്ക് പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വരച്ചില്ലേ ഈ ലൈന്, ബാക്ക് പീസിൽ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ലൈന് അതൊന്ന് കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ 1 ഇഞ്ച് നമ്മൾ സ്പേസ് വിട്ടല്ലോ അവിടേക്ക് ഈ ഭാഗത്ത് ബാക്കിയുള്ള ഭാഗം വെച്ച് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ താഴത്തെ ലൈനും ഈ ബോഡി പീസും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ചേക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ. എന്നിട്ട് ബാക്കി സ്ലോപ്പ്, ആം ഹോള്, സൈഡിലത്തെ മാർക്കിങ് ഇതെല്ലാം നമ്മൾ ബാക്ക് പീസിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിങ്ങനെ കാണിച്ച് പറയുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് തയ്യത്തുമ്പ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെട്ടിയാൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ. ആ 1 ഇഞ്ച് സ്പേസ് ഇട്ടെടുത്തുനിന്ന് നമ്മൾ ബാക്കിയുള്ള ഭാഗം മടക്കി വെച്ചിട്ട് എങ്ങനെയാണോ ബാക്ക് പീസ് അതേപോലെ തന്നെ ഇതും എടുക്കുക. ഇനി നമ്മൾ ആ സ്ലോപ്പൊക്കെ കറക്റ്റായിട്ടൊന്ന് ചരിച്ച് മാർക്ക് ചെയ്തെടുക്കുക. സ്ലോപ്പ് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്നാണെന്നറിയാമോ? ആ സെൻറ്റർ ഭാഗത്ത് ജോയിൻ വരുമ്പോഴത്തേനും ഏറ്റക്കുറച്ചിൽ വരും. നമ്മൾ ലേസോ അല്ലെങ്കിൽ സിബോ ഒക്കെ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു ഭാഗം മേളിലിരിക്കും, ഒരു ഭാഗം താഴെ ഇരിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാക്റ്റായിട്ട് ട്രേസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടണം. കുഴിച്ച് വെട്ടുമ്പോഴത്തേനും നമ്മൾ ഫുൾ ഷോൾഡർ തന്നെ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു 1/4 ഇഞ്ചോളം ഒക്കെ കുഴിച്ചെടുക്കണം. അപ്പം ചിലർക്ക് അത് 1 ഇഞ്ച് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അക്രോസ് ഫ്രണ്ട് മെഷർമെൻറ്റ് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ആം ഹോൾ ലെങ്തില്ലേ അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് അവിടെ നിന്ന് ഉള്ളിലേക്കായിട്ടൊരു 1/4 ഇഞ്ച് വരച്ചതിന് ശേഷം, അതായത് ഉണ്ടോ ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വരയ്ക്കുക. അതിന് ശേഷം സ്കെയിൽ വെച്ചിട്ട് സ്റ്റാർട്ടിങ്, ആ ഷോൾഡറിൻ്റെ സ്റ്റാർട്ടിങ്ങും 1/4 ഇഞ്ച് കൂടെ കണക്ട് ചെയ്ത് താഴേക്ക് വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഫ്രഞ്ച് കർവ് സ്കെയിൽ അല്ലെങ്കിൽ ആം ഹോൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ഒരു ഷേപ്പ് പിടിച്ചിട്ട്, അതായത് എന്താ പറയുക, കൂർത്ത് പോകരുത് എന്നാൽ വളഞ്ഞും പോകരുത്, മനസ്സിലായോ? ഒത്തിരി ഉള്ളിലേക്ക് അങ്ങ് റൗണ്ട് പോലെ ആവരുത്. ഷാർപ്പ് എഡ്ജ് വരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം കേട്ടോ. അപ്പോൾ മാർക്കിംഗ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ 2 പാർട്ടായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഈ സെൻട്രൽ ലൈനിൽ കൂടെ വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് 3.5 കഴിഞ്ഞിട്ടൊരു 1/2 ഇഞ്ച് നമ്മൾ വരച്ചില്ലേ, അവിടെ കൂടെ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ നോച്ചസ് ഇട്ട് കൊടുക്കാനും നമ്മൾ മറക്കരുത്. നോച്ചസ് എന്ന് പറയുന്നത് സെൻറ്റർ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുമല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് എവിടെ കൂടെയാണ് വരേണ്ടത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നോച്ചസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെയുള്ള മാർക്കിംഗ് ആണ് കേട്ടോ സൈഡിലൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ തയ്യൽ തുമ്പിൻ്റെ മാർക്കിംഗ് ഒന്നും ഇവിടെ കാണത്തില്ല. അപ്പോൾ യോക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യേണ്ടത് താഴത്തെ ഗ്യാദേഴ്സ് വരുന്ന അല്ലെങ്കിൽ ഞുറിവ് വരുന്ന ആ ഭാഗമാണ്. അപ്പോൾ 45 ഇഞ്ചാണ് എനിക്ക് ആ ടോപ്പിന് വേണ്ടിയ ടോട്ടൽ ലെങ്ത്ത്. 14 ഇഞ്ച് യോക്കിന് വേണ്ടിയിട്ട് നമ്മളെടുത്തു. അപ്പോൾ 45 നിന്ന് 14 പോകുമ്പോൾ 31 ഇഞ്ച് വരും. അപ്പോൾ യോക്കുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 1/2 ഇഞ്ചും താഴെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ള 1 ഇഞ്ചും 1.5 ഇഞ്ച് 31 പ്ലസ് 1.5 ഇഞ്ചും കൂടെ ആകുമ്പോഴത്തേനും 32.5 ആയില്ലേ. അപ്പോൾ ലൈനിങ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 1 ഇഞ്ച് കുറച്ചിരുന്നാൽ മതി. അതായത് 32.5ക്ക് വരും ഒരു 31.5 വെച്ച് കട്ട് ചെയ്താൽ മതി. 31 ആയാലും കുഴപ്പമില്ല. അപ്പോൾ കട്ട് ചെയ്യാൻ നിങ്ങളുടെ എളുപ്പത്തിന് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. താഴെ വശത്ത് നമ്മുടെ ഫ്രണ്ട് ഭാഗം വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിൽ നമ്മുടെ ബാക്ക് പീസും വെച്ച് കൊടുക്കുക. ബാക്ക് പീസിൻ്റെ ഭാഗം സ്ട്രെയിറ്റ് ആയിരിക്കണം. ഓക്കെ, ഫ്രണ്ട് പീസ് നമ്മൾ ആലിയ കട്ടിൻ്റെ പോലെ ഷേപ്പിലാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബാക്ക് പീസിനേക്കാളും ഒരു 3, 4, 5 ഇഞ്ച് എക്സ്ട്രാ ഫ്രണ്ട് പീസ് വരുന്ന പോലെ ഇതേപോലെ. ഇപ്പോൾ നിങ്ങൾക്കൊരു ഏറ്റക്കുറച്ചിൽ കാണുന്നില്ലേ, ആ താഴത്തെ പീസ് ഏകദേശം 5 ഇഞ്ച് കൂടുതലാണ്. പിന്നെ എന്താ, സിമ്പിളാണ്. ആ സെൻറ്റർ ഭാഗത്തു നിന്ന് സൈഡിലേക്ക് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ചെരിച്ചൊരു വര കൊടുക്കുക. ബാക്ക് പീസ് സ്ട്രെയിറ്റ് ആയിട്ടും കിടന്നോട്ടെ, ഫ്രണ്ട് പീസ് ചെരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യുക. താഴെ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കർവ് രീതിയിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം, കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ 5 ഇഞ്ചാണ് കൊടുത്തത്. പക്ഷെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അത്രത്തിൻ്റെ ആവശ്യമില്ല. ഒരു 3, 4 ഇഞ്ചൊക്കെ എക്സ്ട്രാ നിന്നാൽ മതി. നമ്മൾ ആലിയ കട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി എന്താ, നമ്മൾ ആ ചെരിച്ച് വെച്ച ലൈനിൽ കൂടെ കട്ട് ചെയ്ത് മാറ്റുക ഫ്രണ്ടിലത്തെ ഭാഗം.
അപ്പോൾ ഫൂട്ടേജിനകത്ത് എനിക്ക് കിട്ടാതെ പോയത് ക്യാൻവാസിൻ്റെ കട്ടിംഗ് ആണ്. സിമ്പിളാണ്, നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത് കാണിച്ചിട്ടുള്ള വീനക്ക്, കേർവ്ഡ് വീനക്കാണ് ചെയ്തിട്ടുള്ളത്. 7 ഇഞ്ചാണ് ഡെപ്ത്ത് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്, 1 ഇഞ്ചാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്, 3 ഇഞ്ചാണ് വൈഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അളവ് വെച്ചിട്ട് നെക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആ മോഡൽ അനുസരിച്ച് അങ്ങ് ചെയ്യുന്നു എന്നുള്ളത്, അതായത് വേറെ ഡിഫറെൻറ്റ് നെക്കൊന്നും ഞാൻ ഇതിനകത്ത് അങ്ങനെ കൊടുക്കുന്നില്ല. സെയിം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കട്ടിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് പാർട്ട് കാണാവേ. നമുക്ക് ഈ ലേസ് കൺസീലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻവാസിൻ്റെ സൈഡിലേക്കായിട്ട് ഈ ലേസിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ലേസിൻ്റെ ഡിസൈനായിട്ടുള്ള സ്കാലപ്പ് ഡിസൈൻ ഉണ്ടല്ലോ, അത് ക്യാൻവാസിൻ്റെ ഈ സൈഡിലേക്ക് ഫേസ് ചെയ്യുന്ന പോലെ വെച്ചിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തയ്ക്കുമ്പോഴത്തേന് എക്സാക്റ്റ് തയ്യൽ എവിടെയാണോ വരുന്നത് അവിടെ ബോർഡർ തരുന്ന മാതിരി വെച്ച് കൊടുക്കണേ. ഇതേപോലെ എന്നിട്ട് തയ്ച്ചെടുക്കുക. കണ്ടോ, സ്കാലപ്പ് ഈ സൈഡിലേക്ക് നിൽക്കുന്ന പോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുക്കുന്നത് അതുപോലെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും എടുക്കുക. അപ്പോൾ നമ്മൾ ആ എടുത്ത റെഫറൻസ് അനുസരിച്ചിട്ട് നെക്കിലും ഷോൾഡറിൽ നിന്ന് താഴേക്കും വേസ്റ്റിൻ്റെ അവിടെയും സ്ലീവിലും ഒക്കെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴേക്കും ഇതേപോലെ ലേസ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം ഓർക്കണം, 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അതും കഴിഞ്ഞ് സ്കാലപ്പ് ഡിസൈൻ മേളിൽ കാണുന്ന പോലെ വേണം ലേസ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ടിങ്ങിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഫ്രണ്ടിൽ നമ്മൾ 3 ലെയറാണല്ലോ വരുന്നത്, സെൻറ്റർ ഭാഗവും 2 സൈഡ് പീസും. അപ്പോൾ നമ്മൾ ഇതടിച്ചതിന് ശേഷം ലേസ് അടിച്ചതിന് ശേഷം ഇതെല്ലാം ജോയിൻ ചെയ്തെടുക്കണം. 2 സൈഡ് പാർട്ടും ഇതേമാതിരി ജോയിൻ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ആദ്യം ഇതേമാതിരി സൈഡിൽ പീസുകൾ ജോയിൻ ചെയ്തതിന് ശേഷമായിരുന്നു നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിന് ചെയ്യുക. ഒന്നെങ്കിൽ നെക്ക് ആദ്യം ഫിനിഷ് ചെയ്തിട്ട് സൈഡ് പാർട്ട് ജോയിൻ ചെയ്തെടുക്കാം, അതും അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്ത മാതിരി. അപ്പോൾ ഇങ്ങനെയാണ് തയ്ച്ച് വന്നപ്പോൾ ഉള്ളത്. ഇതൊക്കെ അയൺ ചെയ്തൊക്കെ എടുക്കണം, എന്നാലേ അതിൻ്റെ ഭംഗിയിൽ വരുള്ളൂ. അപ്പോൾ നെക്കൊക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മളിതായി ഞുറിവിട്ട് കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിനെ അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ താഴത്തെ ഫ്ലെയർ ആയിട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ ആദ്യമേ ഞുറിവിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മിഷൻ്റെ ഏറ്റവും ലെങ്ത്ത് കൂടിയ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ആ ത്രെഡിലൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കും, സ്വല്പം ടൈറ്റായിട്ട് പിടിച്ചു കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിൽ ഗ്യാദേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കറിയാം ബാക്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തു, ഫ്രണ്ടിൽ ഞുറു വരുന്നിടത്ത് ഇങ്ങനെ ആലിയ കട്ടിൻ്റെ ഒക്കെ മാതിരി ചരിച്ചാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്. കട്ടിങ് എന്തായാലും കുഴപ്പമില്ല, നമ്മൾ രണ്ടിലും ഇതേപോലെ തന്നെ ഞുറിവെടുത്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ആദ്യമേ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ കണക്ക് ഒരു ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ത്രെഡിനെ പിടിച്ച് വലിച്ച് ഗ്യാദേഴ്സ് ക്രിയേറ്റ് ചെയ്താലും മതി. അപ്പോൾ ഗ്യാദേഴ്സ് റെഡിയാക്കി കഴിഞ്ഞാൽ മെയിൻ പീസും ബോഡി പീസും താഴത്തതും മേളത്തതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിൽ ലൈനിങ്ങും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, തയ്ക്കുന്ന സമയത്ത് ആദ്യമേ നല്ല വശത്ത് നല്ല തുണി വേണം വരാൻ വേണ്ടിയിട്ട്. ലൈനിങ് കൊടുക്കരുത്, നല്ല തുണി അടിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ ലൈനിങ് അടിച്ചു കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞ് വരും, ലൈനിങ് മേളിൽ കാണുന്ന പോലെ കയറി വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് അടിക്കുക. അതൊക്കെ ചെയ്ത ശേഷം നമ്മൾ ഷോൾഡറും ഒക്കെ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിതൊന്നും ബ്രീഫായിട്ട് കാണിക്കാത്ത എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നുള്ള കാര്യങ്ങളല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് സെൻറ്റർ ഭാഗത്തായിട്ട് എലാസ്റ്റിക്കോ അതും അല്ലെങ്കിൽ ഞുറിവ് പോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഞുറിവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ആദ്യമേ ഒരു ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് അതിനെ ഞുറിവ് പോലെ ആക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ പ്ലേസ് ചെയ്ത് കൊടുത്തു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന സമയത്ത് അതിങ്ങനെ പൊട്ടിപ്പോയായിരുന്നു, 1-2 സ്റ്റിച്ചൊക്കെ പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി മുന്നോട്ട് പോകും തോറും ചിലപ്പോൾ അത് പ്രശ്നമാകുമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ എലാസ്റ്റിക് വെച്ചിട്ട് അടിക്കുവാണ് ചെയ്തത്. പക്ഷെ അതൊന്നും ഫുട്ടേജ് എടുക്കാനുള്ള സ്പേസൊന്നും ആ സമയത്ത് ഫോണിലില്ലായിരുന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് എലാസ്റ്റിക് വൈറ്റ് കിട്ടുമല്ലോ, അത് ഒരു 1/4 ഇഞ്ചിൻ്റെ മെഷർമെൻറ്റ് വരുന്നതുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രെച്ച് ചെയ്യുന്ന പോലത്തെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ഈ നെക്കിൻ്റെ താഴേക്ക് ആ ലെവൽ പിടിച്ചിട്ട് അടിച്ചു കൊടുക്കുക. മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങൾ അതൊക്കെ തന്നെ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി നമ്മൾ എന്താണ് ചെയ്യുന്നത്, സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നു, സൈഡ് ജോയിൻ ചെയ്യുന്നു, താഴത്തെ ഭാഗം മടക്കി അടിക്കുന്നു, അതൊക്കെ തന്നെ ഉള്ളൂ. ആക്ച്വലി ഞാൻ ഈ വീഡിയോസ് ട്യൂട്ടോറിയൽ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതല്ല, പക്ഷേ ഇത്രയും എടുത്ത സ്ഥിതിക്ക് അതുകൂടെ ഇൻക്ലൂഡ് ചെയ്തേക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ.
അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ വേഗം കാണാം. അതുവരേക്കും ടാറ്റാ.